ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഓക്കെ, അതിനു മുന്നേ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ മാർസിൻ്റെ ഡ്രിപ്പ് ലിപ് മിസ്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്തായിരുന്നു. പിന്നെ അത് റിവ്യൂ ചെയ്തിട്ട് എൻ്റെ ചുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ക്രാക്സ് വന്നിട്ടുണ്ട്, നല്ല പൊട്ടിയിരിക്കുകയാണ്, പിന്നെ തൊലി ഇങ്ങനെ ഇളകി വരുവാണ്. അപ്പം ഇത് ഇന്നലെ മാത്രമല്ല, എൻ്റെ മുന്നത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ചുണ്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും സെയിം എക്സ്പീരിയൻസ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ആൻഡ് ഇന്ന് നമ്മൾ ഒരു റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ഹെയർ ഞാനൊരു ഫസ്റ്റ് ടൈം ഒരു സ്മൂത്തനിങ് ചെയ്തു, പിന്നെ ഒരു നാനോപ്ലാസ്റ്റി ചെയ്തു, പിന്നെ ഒരു ബോട്ടോപ്ലക്സ് ചെയ്തു. ആൻഡ് എൻ്റെ തേർഡ് ടൈം ട്രീറ്റ്മെൻ്റ് ആണിത്. ഇതാണ് എൻ്റെ ബോട്ടോപ്ലക്സ് ട്രീറ്റ്മെൻറ്റ്. ബോട്ടോക്സ് പ്ലസ് വേറെ എന്തോ 10% കെമിക്കൽസ്, അതാണ് ബോട്ടോപ്ലക്സ്. അപ്പം അതിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ 3 ടൈംസ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 ടൈമിൽ ഫസ്റ്റ് ടൈം എൻ്റെ ഹെയർ അത്യാവശ്യം ഡാമേജ് ആയി സ്മൂത്തനിങ് ചെയ്തപ്പോൾ. അപ്പം പക്ഷെ നാനോപ്ലാസ്റ്റി അടിപൊളിയായിരുന്നു, എൻ്റെ മുടി ഡാമേജ് ആക്കിയില്ല. അപ്പോൾ തേർഡ് ടൈം ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് പോയിട്ട് ബോട്ടോപ്ലക്സ് ചെയ്തു, പ്ലസ് കളറിങ് ചെയ്തു. അതിന് ശേഷമാണ് ബോട്ടോപ്ലക്സ് ചെയ്തത്. അപ്പം എൻ്റെ ഹെയർ നല്ല ഡാമേജ്ഡ് ആയി. അപ്പം ആ ഡാമേജ്ഡ് ഹെയറിന് ഞാൻ എങ്ങനെ ഇപ്പം കംപ്ലീറ്റ്ലി ഡാമേജ് പോയി എന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ഈ ഒരു ലെവലിലോട്ട് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചാൽ ഈ ഒരു ലെവലിൽ നിന്ന് എങ്ങനെ ഈ ഒരു ലെവലിലോട്ട് എത്തി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഹെയർ ട്രീറ്റ്മെൻറ്റിന് ശേഷം നിങ്ങൾ എങ്ങനെ ഹെയർ കെയർ ചെയ്യും എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തിങ്, ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു പൈസ കൊടുക്കാൻ മടിച്ചിട്ട്, അതായത് വേറെ ഷാമ്പൂവിന് പണം ചിലവാക്കാൻ മടിച്ചിട്ട് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു പാരബൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ഷാമ്പു യൂസ് ചെയ്താണ് വാഷ് ചെയ്തത്. പക്ഷെ പിറ്റേന്ന് എൻ്റെ ഹെയർ ഇതുപോലെ കിടന്ന് നല്ല ഡാമേജ് ആയിട്ട് കിടന്നു. അപ്പം ഞാൻ അപ്പം തന്നെ ആ സലോണിൽ വിളിച്ച് ചോദിച്ചു, എൻ്റെ ഹെയർ എന്താ ഇത്ര ഡാമേജ് ആയി കിടക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർ റെക്കമെൻഡ് ചെയ്ത അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത കുറച്ച് ഷാമ്പൂ ആൻഡ് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പം എൻ്റെ ഹെയർ ഇച്ചിരി കൂടി ഫ്രീ ആയി. അന്ന് ഞാൻ ചെയ്തതിന് ശേഷം ഫ്രിസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ഫ്രീ ആയി, ഡാമേജ് ഫ്രീ ആയി, ബ്രേക്കേജും നന്നായിട്ട് കുറഞ്ഞു. അപ്പം ആ 2 പ്രൊഡക്ട്സ് എനിക്ക് അവിടെ റെക്കമെൻഡ് ചെയ്തതാണ് ഇത്. ഡി ഫാബുലസിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ, പിന്നെ ഇത് ആക്ച്വലി ബ്യൂട്ടി ഗാരാജിൻ്റെ ബോട്ടോപ്ലക്സ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. ഇത് ഒരു 3 ഫസ്റ്റ് വാഷിൽ തന്നെ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി. പിന്നെ 3-4 വാഷസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രേക്കേജും നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ നോക്കുക, ഈ ഷാമ്പൂ അല്ലെങ്കിൽ കണ്ടീഷണർ. പിന്നെ ഒരു ഒർണാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഷാമ്പൂവും കണ്ടീഷണർ ഉണ്ട്, അത് യൂസ് ചെയ്താലും മതി. അങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹെയർ ബ്രേക്കേജ് സിഗ്നിഫിക്കൻ്റ് കുറഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾ ഒരു 2-3-4 ടൈംസ് ഒക്കെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഹെയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ ശ്രമിക്കണം. പ്ലസ് നിങ്ങൾ വീക്ക്ലി ട്വൈസ് ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെക്കാൻ ശ്രമിക്കണം. അത് ആക്ച്വലി നിങ്ങളെ ഹെയർ ഡാമേജും ഹെയർ ബ്രേക്കേജും ഈ ഹെയർ സ്പ്ലിറ്റൻസും ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു പ്രശ്നമാണ് നിങ്ങളുടെ ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഹെയർ ബ്രേക്കേജ് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഹെയർ ഫോൾ ട്രീറ്റ്മെൻറ്റ് കാരണം ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ കാണും. അപ്പം ഞാൻ ബയോട്ടിൻ ഗമ്മീസ് കഴിച്ചു നോക്കി, ബയോട്ടിൻ ടാബ്ലറ്റ് എടുത്തു, എനിക്ക് വേറെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒന്നുമില്ല. അങ്ങനെ ഫൈനലി ഞാൻ വിട്ടുപോയൊരു കാര്യം എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ആക്ച്വലി അതാണ് നമ്മളെല്ലാവരും മറന്നുപോയ ഫിഷ് ഓയിൽ. ഈ ബ്രാൻഡിൻ്റെ തന്നെ വേണമെന്നില്ല. നമ്മൾ ഫിഷ് ഓയിൽ കഴിച്ച് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് എനിക്ക് റെഡ്യൂസ് ചെയ്തു. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ടൊന്ന് HB ലെവൽസ് ചെക്ക് ചെയ്യണം. മേ ബി നിങ്ങളെ ഹീമോഗ്ലോബിൻ ലെവൽസ് കുറവായിട്ട് നിങ്ങൾ അനീമിക് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഹെയർ ഫോൾ കൂടുന്നത്. ആൻഡ് ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഹെയർ റീഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെയർ ഫോൾ കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളോട് അവിടെ സാലൂണിൽ പറയും നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്ത്. ഞാൻ ഹെയർ ഓയിലിങ് ചെയ്തിട്ടില്ല, കാരണം ഹെയർ ഓൾറെഡി അത്യാവശ്യം ഓയിലി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അതിന് കണ്ടെത്തിയ ഒരു വഴിയാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഡ്രൈവ് ചെയ്ത് എല്ലാവരും പറഞ്ഞ് അതിൻ്റെ ഒരു ഹൈപ്പിൻ്റെ എക്സ്ട്രീം എത്തിയൊരു സാധനമാണ് ഈ റോസ്മേരി വാട്ടർ. അപ്പോൾ ഇതിന് മിനോക്സിഡിന് തുല്യമായിട്ടുള്ള എന്തോ സാധനം, 2% മിനോക്സിഡിന് തുല്യമായിട്ട് എന്തോ ഒരു കോമ്പൗണ്ട് ഉണ്ട്
പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെയർ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആബ്സ് ഗുഡ്നസിൻ്റെ ഹെയർ റോസ്മേരി വാട്ടർ അത്യാവശ്യം നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ നിങ്ങളുടെ ഹെയർ ഫോൾ നന്നായിട്ട് കുറയും. കാരണം എൻ്റെ ഹെയർ ഡാമേജ് ആയതെന്ന് ഞാൻ എന്നെ തന്നെ എന്താ പറയുക കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. നല്ല ഡാമേജ് ആയിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പോലും ആ ഒരു സ്മൂത്ത് എഫക്റ്റ് പോലും എൻ്റെ മുടിക്കില്ലായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഇനിയും ഞാൻ കുറേ ഹെയർ കെയർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ വീഡിയോ അത്യാവശ്യം ഈ ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.